Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിന്റെ മെനു ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയോ അല്ലെങ്കിൽ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടോ ഒക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിന്റെ മെനു ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 കപ്പ് ബസ്മതി റൈസ് ആണ് എടുക്കുന്നത്. അപ്പം ബസ്മതി റൈസ് ഇല്ലെങ്കിൽ ജീരക റൈസ് എടുത്താലും മതി. അതും ഇതുപോലെ ചെയ്തെടുക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ റൈസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെക്കാം. അപ്പം ഞാൻ ഈ റൈസ് കഴുകി വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, പിന്നെ 2 ഏലക്ക, അതുപോലെ ബേ ലീഫ്, കുറച്ച് കുരുമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ട. ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരി ഒരുവിധം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് വെള്ളമാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് തിളച്ച വെള്ളമാണ് എടുക്കുന്നത്. അരി എടുത്ത അതേ അളവിലുള്ള ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് 5.5 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പം ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാൻ അടുത്ത കറിക്കുള്ളത് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കുവാണ്. അപ്പം 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പം 3-4 വിസിൽ വന്ന് ഇതിൻ്റെ ആവി പോകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പം പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ജീരകമാണ് വേണ്ടത്. അപ്പം ജീരകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടെ വേണം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. താളിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2-3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഫിഷ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല വൈറ്റ് ട്യൂണയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിന് വേണ്ട മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 2-3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് വേണ്ടത്. അതോടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനൊരല്പം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഈ മീനിലേക്ക് ഇതെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കുവാണ്. അപ്പം ജോലിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ഇത് റെഡിയാക്കി വെക്കുവാണെങ്കിൽ അത്രയും നേരം കൂടെ നമുക്ക് മീനിലേക്ക് മസാല പിടിക്കാനുള്ള സമയം കിട്ടും. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുവാണ്. അപ്പം നോക്കിയാൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചോറിന് സാധാരണ എല്ലാവരും കാഷ്യൂവും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനിത് പെട്ടെന്ന് റെഡിയാക്കുന്നതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. കുറച്ച് മല്ലിയില ചേർത്തിട്ട് എടുക്കുവാണ്. അപ്പോൾ നമുക്കിനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മീനും ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റി വെക്കാം. ഇനി ഞാൻ കുറച്ച് പപ്പടം പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ പപ്പടം ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടപ്പെടും ഇതുപോലൊക്കെ ലഞ്ച് ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കച്ചമ്പർ കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. സവാള പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് തൈരും കുറച്ച് നാരങ്ങാനീരും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്ത് എടുത്തിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ചിൻ്റെ ഇന്നത്തെ മെനു എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളി കോമ്പിനേഷനാണ് ഇതെല്ലാം കൂടെ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മിക്കവാറും ഫിഷൊക്കെ കാണും. ഫിഷ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എഗ്ഗ് ആണെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഫിഷ് ഫ്രൈക്ക് പകരം. അപ്പം ചിക്കനോ ഒന്നും ഇല്ലെങ്കിലും ആരും ഇനി വിഷമിക്കേണ്ട. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഡെയിലി നമ്മൾ വെക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ വീക്കിലി ഒരു വട്ടമെങ്കിലും ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്കും വളരെ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.